ഞാൻ ഈ ചരിത്രപരമായ സംഭവം നമ്മുടെ 8-ാം തീയതി ഈ ഫൈനാൻസ് ഹാളിൻ്റെ മുമ്പിൽ നടക്കുകയാണല്ലോ. ഇതാണ് ഫൈനാൻസ് ഹാൾ. നമ്മൾ ആലുവ ഭാഗത്ത് നിന്ന് വരുന്നവർ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയാണ് വരുന്നതെങ്കിൽ നേരെ മേനക വഴി വന്ന് അങ്ങനെ ഹൈക്കോടതിയുടെ അവിടെ വന്ന് മേനക വഴി വരുമ്പോൾ ജില്ലാ കോടതി അങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ വരുമ്പോൾ തെക്കോട്ടേക്ക് നേരെ വരുമ്പോഴാണ് ഈ ഫൈനാൻസ് ഹാൾ. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങിനും മറ്റുമുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഒരു കാരണവശാലും പേടിക്കേണ്ട, ബ്ലോക്കാകാതെയും പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. എല്ലാവരും ഒരു മഹാചരിത്ര സംഭവത്തിലേക്ക് സിറിയൻ കാത്തലിക് വിഭാഗത്തിലുള്ള യഥാർത്ഥ ജീവനുള്ള വിശ്വാസികളെല്ലാവരും എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. എക്സ്പെക്റ്റ് ഏതെങ്കിലും മരണാവശ്യമോ കല്യാണാവശ്യമോ അങ്ങനെ ഏതെങ്കിലും ആസ്പത്രി സംബന്ധമായ വളരെ അത്യാവശ്യമുള്ള ആളുകളെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഈ സഭയെ സംരക്ഷിക്കുവാനുള്ള ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിൽ അച്ഛൻ വരുന്ന ആ മഹത്തായ ഒരു ത്യാഗത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം. നമ്മുടെ വത്തിക്കാനിൽ അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളെ ഇവിടെ സ്ക്രീനിൽ നമ്മൾ കാണിക്കുകയും അതോടൊപ്പം തന്നെ മഹത്തായ ഒരു പ്രാർത്ഥനാ യജ്ഞം കുർബാന എന്തെന്ന് പഠിപ്പിക്കുകയും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചില വിമത ശക്തികൾ ചെയ്തതുപോലെ മെത്രാന്മാരെ കോലം കത്തിക്കുകയോ വത്തിക്കാൻ പ്രതിനിധികളെ കുപ്പിക്കരിയോ അങ്ങനെയുള്ള ആരും തന്നെ ഇവിടേക്ക് വരണ്ട. ഇവിടെ പശ്ചാത്തലപ്പെട്ട ആളുകൾക്ക് മാത്രം ഇങ്ങോട്ട് കടന്നു വരാം. ഇവിടെ മഹത്തായൊരു സംഭവം, നിരവധി നിലപാടുള്ള ചങ്കൂറ്റമുള്ള പുരോഹിതരാൽ നയിക്കപ്പെടുന്ന പല ചങ്കൂറ്റമുള്ള അച്ഛന്മാർ, നിലപാടുള്ള അച്ഛന്മാർ, നട്ടലുള്ള അച്ഛന്മാരാണ് നിയന്ത്രിക്കുന്നത്. ആര് വരുന്നു എന്നുള്ളതിനല്ല, ഇതിലാരും നേതാക്കന്മാരില്ല, എല്ലാവരും ഒരേപോലെ. നമുക്ക് ഒരേ ഒരു നേതാവുള്ളൂ, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ, ചങ്കൂറ്റത്തോടെ ഞാനൊരു ക്രൈസ്തവനാണെന്ന് പറയുവാൻ കഴിവുള്ളവർ മാത്രം ഈ രാവിലെ 9 മണിക്ക് ഈ കാണുന്ന ഫൈനാൻസ് ഹാളിൽ വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ 9 മണിക്ക് ജപമാലയോടുകൂടി ആരംഭിക്കുമ്പോൾ എല്ലാവരെയും സ്വീകരിക്കുന്നതിനും എല്ലാവർക്കും ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളും കരുതിയിട്ടുണ്ട്. ബസ്സിന് വരുന്നവർ അവരവരുടെ കയ്യിൽ നിന്ന് ബസ് പൈസ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വാഹനങ്ങൾ വിളിച്ചാണ് വരണമെങ്കിൽ അല്പം ത്യാഗം സഹിച്ച് അവരവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് നമ്മുടെ സഭയെ സംരക്ഷിക്കുവാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടെ അംഗപരിശീലനം നടത്തുകയാണ്. എല്ലാവർക്കും ജയ് ക്രൈസ്റ്റ്.